എന്തെങ്കിലും കഥകൾ മനസ്സിലായ നമ്മുടെ ഈ ട്രക്കിങ്ങിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ക്ലൈമറ്റ് വാക്കെന്ന് നമ്മളെ ട്രക്കിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് നമ്മളതൊരു വെറുതെ രസത്തിനിട്ടതല്ല. കാരണം നമ്മൾ പല ടൈപ്പ് ഫോറസ്റ്റ് കൂടെ ഈ ട്രക്കിങ്ങിൽ നമ്മൾ കടന്നു പോകും. ഇപ്പോൾ നിങ്ങൾ വന്ന് ഭാഗങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? എന്തെങ്കിലും നമ്മൾ വെജിറ്റേഷൻ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ കാട്ടിലേക്ക് വരുമ്പോഴേ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ കൂടെ എല്ലാം നടന്നു പോകുന്നു. അപ്പോൾ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ നമുക്ക് നല്ലോണം വേണം. എന്നാലും പല കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാനും അവരോട് ചോദിക്കാനും ഗൈഡ്സ് കൂടെ വരുന്നവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും. കാരണം കാട് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ട്രക്കിങ് കൂടെ സർക്കാരിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ട്രക്കിങ്ങിൻ്റെ. ഫോറസ്റ്റ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫോറസ്റ്റ് വനം സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത ഫോറസ്റ്റ് ഓഫീഷ്യൽസിന് മാത്രം എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് അറിയുന്നില്ല. പുറത്തേക്ക് അറിയുന്നതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് അല്ലേ? നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് നമുക്ക് ജനങ്ങൾക്ക്. അപ്പം നിങ്ങളും കൂടി ഈ കാര്യങ്ങളിൽ പങ്കാളികളായി ഇതിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നാളെ നമുക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെയും കൂടി ഹെൽപ്പും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താണ്. അല്ലാതെ വേറൊരു ടൂറിസം പാക്കേജ് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വരുന്നൊരു സംഭവം മാത്രമായിട്ട് നമ്മളിതിനെ കാണരുത്. അപ്പോൾ നമ്മൾ ഓരോ ഫോറസ്റ്റിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഇപ്പോൾ ഈ ക്ലൈമറ്റ് വാക്ക് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന പാച്ച് ഒരു പല ടൈപ്പ് ഫോറസ്റ്റുകളുണ്ട്. നമ്മൾ മറ്റേ ടീക്ക് പ്ലാന്റേഷൻ ഉണ്ട്. ഈ പ്ലാന്റേഷനൊക്കെ നമ്മൾ വടക്കാഞ്ചേരി തൃശ്ശൂർ മേഖലകളിലൊക്കെ നിങ്ങൾക്കൊക്കെ ആകുമ്പോൾ അറിയാം. അവിടെ ഇടയ്ക്ക് മുറിക്കാനാണോ പുതിയത് വെക്കാനാണോ ഈ സാങ്ച്വറി ആക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചമ്മനില്ലേ ഇവിടെ മറ്റേ എന്തെങ്കിലും തൈലത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാങ്ച്വറി ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരങ്ങൾ മുറിക്കില്ല. അതിന് സ്വാഭാവിക വനമായിട്ട് ഇപ്പം അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ തേക്ക് നിൽക്കുന്നുണ്ടെന്ന് അറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മറ്റുള്ള സ്പീഷീസുകൾ വളർന്ന് സ്വാഭാവികമായിട്ടുള്ള വനം മാറും. ഇത് നമ്മൾ മുറിക്കുന്നില്ല. സാങ്ച്വറി ആയാൽ നമുക്കത് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഇപ്പോൾ മഴയുടെ ഒരു ഇതുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാതിരുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും വേർത്തിട്ടുണ്ടാവും. കാരണം തേക്ക് തോട്ടത്തിൽ ഓൾറെഡി ചൂട് കൂടുതലായിരിക്കും. ഇനി ഇവിടെ നിന്ന് നമ്മൾ മാറി അത്യാവശ്യം ഡ്രൈ ഡെസിഡ്യൂസ് ഫോറസ്റ്റിലേക്ക് കയറും. പിന്നെ അങ്ങനെ സെമി ഓർഗാനിലേക്ക് കയറും. അങ്ങനെ നമ്മളെല്ലാ പാച്ചുകളിൽ കൂടിയാണ് നമ്മൾ കടന്നു വരിക. അപ്പോൾ അതിൻ്റേതായ ചേഞ്ചുകൾ ഓരോ ഏരിയയിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ക്ലൈമറ്റ് വാക്ക് എന്നുള്ളത് ഒരു പേര് ഇതിനിട്ടിട്ടുള്ളത്. അപ്പുറത്ത് വേറൊരു ട്രക്കിംഗ് ഉണ്ട്. അതിന് ആംഫി ട്രക്കിംഗ് എന്നാണ് പറയുന്നത്. അതിന് ആംഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫിബി എന്ന് കേട്ടിട്ടുണ്ടോ? കരയിലും വെള്ളത്തിലും. ആ പരിപാടിയിൽ നമ്മൾ കൊട്ടവഞ്ചി സവാരിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പേരും ഇട്ടിട്ടുള്ളത് അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ വന്നപ്പോൾ റിസർവോയർ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സൈഡിൽ റിസർവോയറാണ്. ഈ റിസർവോയർ നമ്മൾ ചിമ്മിനി പുഴയ്ക്ക് കുറുകെയാണ് നമ്മൾ ഡാം കെട്ടിയിട്ടുള്ളത്. ഡാമിൻ്റെ വെള്ളത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞൊരു 10 സ്ക്വയർ കിലോമീറ്റർ വെള്ളം ക്യാച്ച്മെൻ്റ് ഏരിയ തന്നെ 10 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ചിമ്മിനി തൃശ്ശൂർ കോൾപ്പടവ് ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലുള്ള കോൾപ്പാടങ്ങളിലേക്കൊക്കെ ഒരു 90% വെള്ളം നമ്മൾ ഇവിടുന്ന് ഈ ഡാമിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഇറിഗേഷൻ പർപ്പസ് ആയിട്ടാണ് ഈ ഡാം ചെയ്തിട്ടുള്ളത്. എന്നാൽ കറണ്ടിൻ്റെ ചെറിയ തോതിലുള്ള കൺസംഷൻ നടക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കരുവന്നൂർ പുഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിലേക്കൊക്കെ വെള്ളം ഈ ചിമ്മിനി ഡാമിൽ നിന്നാണ് എത്തുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സാധാരണ ഒരു സാങ്ച്വറിയിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുന്നും മലയൊക്കെ കയറി വണ്ടിയൊക്കെ വന്നിട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. നേരെ സ്ലോപ്പായിട്ട് നമ്മൾ കറക്റ്റ് ഫ്ലാറ്റായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പിന്നെയാണ് കംപ്ലീറ്റ് ഇതിൻ്റെ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ മലകളാണ്. ആ മലകളിൽ നിന്നുള്ള വെള്ളങ്ങൾ മുഴുവൻ ഒലിച്ചു വന്ന് ചാലികൂടി നീർച്ചാലൊക്കെ സജീവമായി വന്ന് നമ്മൾ അങ്ങനെയാണ് ഡാമും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ 114 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുള്ളത്. അതിൽ 10 സ്ക്വയർ കിലോമീറ്റർ ഈ വെള്ളത്തിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റലായിട്ട് ഞാൻ അവിടെ നിന്ന് പറയാൻ ഉദ്ദേശിച്ചാണ്. മഴ കാരണം ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക. നിങ്ങൾ നടക്കുമ്പോൾ ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ വരുമ്പോൾ റയറായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക നല്ല രീതിയിൽ. നമുക്കപ്പോൾ അത് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുതരാം. ഞങ്ങളെല്ലാവരും എല്ലാം അറിഞ്ഞിട്ടല്ല. നമ്മളൊക്കെ ഒരു 3 വർഷം ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ നമ്മുടെ മുമ്പോട്ടുള്ളത് പുഷ്പൻ എന്നുള്ള നമ്മുടെ സ്റ്റാഫാണ്, ഗൈഡാണ്. ഇത് ഷാഹിർ. നമുക്ക് ഇവിടെ 2 EDCകളുണ്ട്. ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയും. നമുക്ക് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ അത് വനസംരക്ഷണ സമിതി എന്ന് പറയും. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഇതാണ്. അത് ഈ പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് പങ്കാളിത്ത വനപരിപാലനം. അതായത് നമുക്ക് ജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടെ തദ്ദേശീയരായ ജനങ്ങളുടെ പങ്കാളിത്തത്തോടും കൂടി
നമ്മൾ വനങ്ങൾ സംരക്ഷിക്കുക. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് വനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും, മോശമായിട്ട് ചൂഷണം ചെയ്യുന്നവരുണ്ടാവും. അവരെയൊക്കെ നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അത്യാവശ്യം തൊഴിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് ഫോറസ്റ്റിൽ വരുന്ന കോൺട്രാക്ട് വർക്കുകളൊക്കെ നമ്മൾ EDC മുഖാന്തരം എടുത്ത് ചെയ്യുക. അതിനൊരു ബോഡി ഉണ്ട്, മറ്റേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അങ്ങനെ 2 വർഷം കൂടുമ്പോൾ മാറ്റി ഭരണസമിതി അവരെ മാറും. അതിൽ ചെയർമാൻ, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ സെക്രട്ടറി ഉണ്ടാവും. സെക്രട്ടറി എപ്പോഴും നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഒഫീഷ്യലായിരിക്കും. കാരണം അത് ഇവർക്കും ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇവരെ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിട്ട് 2 വർഷം ഓരോ വർഷം നമ്മൾ പൊതുയോഗത്തിൽ കണക്ക് അവതരിപ്പിക്കുന്നു. ഓഡിറ്റിങ്ങും പരിപാടികളൊക്കെ കറക്റ്റ് നമ്മുടെ അവിടേക്ക് കാണുന്ന സൊസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, അതുപോലത്തെ ഒരു പ്രവർത്തന രീതി തന്നെയാണ്. അത് 2 വർഷം കൂടുമ്പോൾ കറക്റ്റായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. അതിൽ ഇവിടെ 2 EDC ഉണ്ട്. ഒന്ന് ട്രൈബൽ EDC ഉണ്ട്, ഒന്ന് ഫ്രിഞ്ച് EDC ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് ട്രൈബൽ EDCനെ ചിമ്മിനി EDC എന്ന് പറയും, മറ്റേത് എച്ചിപ്പാറ EDC എന്ന് പറയും. എച്ചിപ്പാറ എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനാണ് ഷാഹിർ. സെക്രട്ടറി സുമേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്റ്റാഫുണ്ട്. ഇത് നമ്മുടെ ട്രൈബൽ EDCയിലെ അംഗമാണ് പുഷ്പേട്ടൻ, പിന്നെ അതുപോലെ മനോജ് ചേച്ചി. ഇവരെയൊക്കെ പരിചയപ്പെടുക. ഇവർ മാറി മാറി വരും, റൊട്ടേറ്റ് ചെയ്യും. ഞങ്ങളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഞാൻ ചിമ്മിനി EDCയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടൂറിസ്റ്റായിട്ടും കാര്യങ്ങളിലൊക്കെ ഗൈഡ്സായിട്ടും കൊട്ടവഞ്ചി തുഴയുന്നവരായിട്ടൊക്കെ നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ വനവിഭവങ്ങൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരിത്തിരി കുറവാണ്, കാരണം ടൂറിസം സജീവമായി ഇപ്പോൾ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ട്. വനവിഭവങ്ങൾ എടുക്കാനായിട്ട് ഇപ്പോൾ ശാസ്താംപൂവം, വെള്ളിക്കുളങ്ങര ഭാഗത്തു നിന്നൊക്കെ കാടർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. ഇവിടെ മലയ സമൂഹത്തിൽപ്പെട്ടവരാണ്. അവർ കുറച്ചും കൂടി തേൻ, തെള്ളി അങ്ങനെ കേട്ടില്ലേ, അതൊക്കെ ഇവർക്ക് എടുക്കാൻ അതൊക്കെ ഇവരെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊക്കെ സെറ്റിൽമെൻറ്റ് പുറത്തേക്ക് ആക്കി. ഈ സാങ്ച്വറി ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റിൽമെൻ്റ് ഒന്നും പാടില്ല. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ പുറത്തേക്ക് ആക്കിയിട്ട് അവർക്ക് പുറത്ത് വീടൊക്കെ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട് പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ റബ്ബർ പ്ലാന്റേഷൻ കണ്ടിട്ടില്ലേ, അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത ഒരു ഇതായിട്ട് പോകുന്നൊരു ഏരിയയാണ്. അധികം ആളുകളുടെ ഇടപെടലുകളില്ലാത്തതാണ്. ഇപ്പോഴാണ് ഒരു 2 വർഷമായിട്ടാണ് ഇത്രയധികം ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇനി നമ്മുടെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ മാക്സിമം ഒബ്സർവ് ചെയ്യുക, ശ്രദ്ധിക്കുക, കാര്യങ്ങളൊക്കെ നോക്കി പോവുക. സൈലൻ്റായി പോയപ്പോൾ നിങ്ങൾക്ക് കണ്ട തുടക്കത്തിൽ തന്നെ നമുക്കിപ്പോൾ മാനിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ കരിങ്കുരങ്ങൊക്കെ നമ്മുടെ പ്രസൻസ് കണ്ട മാറിപ്പോകുന്നതാണ്. ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ അധികം സംസാരിക്കാതെ വന്നതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു വരികയാണെങ്കിൽ ഇവരതിന് മാറി പോകും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ കടന്നു പോകുന്ന പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഓരോ പ്രദേശം എത്തുമ്പോൾ മനസ്സിലാവും ഓരോ മാറ്റങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. കാരണം അവിടെ കാറ്റ് കൂടുതലുള്ളതുകൊണ്ട് അധികം സ്പീഷീസിനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, മരങ്ങൾക്കൊക്കെ. അപ്പോൾ മലമുകളിൽ എപ്പോഴും മാക്സിമം നമ്മൾ കണ്ടുണ്ടാവുക പുൽമേടുകളായിരിക്കും, അല്ലെങ്കിൽ ഈ ഇല കൊഴിയുന്ന വളരെ ശക്തമായ മരങ്ങളായിരിക്കും. അത് കംപ്ലീറ്റ് ഇല പൊഴിച്ചൊക്കെ നിൽക്കുക. അപ്പോൾ ഇതിൻ്റേതായൊരു ഇത് അവിടെ അതിൻ്റെ മുകളിൽ കിട്ടില്ല. അങ്ങനെ പല ടൈപ്പുകളുണ്ട്. അത് നമുക്ക് നോക്കി നടന്നാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുക, മനസ്സിലാക്കുക, സംശയമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് തുടരെ ഇടയ്ക്ക് സമയമുണ്ടോ? ആ സമയത്ത് നമുക്ക്